ഹലോ, നമ്മളിന്നൊരു കായ്പോളയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? അതിനായിട്ട് നമുക്ക് ആവശ്യം 2 മുട്ട, 2 ഏത്തക്കായ, കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് മുന്തിരി കേട്ടോ, ഉണക്കമുന്തിരി. അപ്പം ഞാനത് ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, മുട്ടയുടെ സ്മെല്ല് അത്ര ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഏലക്ക അല്ലേ, ഏലക്ക 1-2 എടുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ആ മുട്ടയുടെ മണം ഒന്ന് മാറിക്കിട്ടും. നമുക്കിനി അത് കുറച്ച് ഞാൻ പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2-2.5 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തു കേട്ടോ. അപ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മ്യൂസിക് ഇട്ടിട്ടാണ് ചെയ്തത്. പക്ഷേ സൗണ്ട് ഒട്ടും കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നു, ഒരു കുട്ടി, മ്യൂസിക് എങ്ങനെ ചെയ്യണമെന്ന്. എന്നിട്ടും എൻ്റെ തലയിൽ കയറണ്ടേ, അത് പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ വോയിസ് പിന്നെ ഇട്ടിട്ട് ചെയ്യുന്നതാണ് വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുട്ടയിൽ പഞ്ചസാര ചേർത്തിളക്കി ശേഷം പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിക്കണം. ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം നെയ്യ് ഒഴിക്കാം. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നെയ്യല്ല, ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നെയ്യ് ഒഴിക്കുക കേട്ടോ. ഇവിടെ നെയ്യ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി ദൂരമുണ്ട് പോയി മേടിക്കണമെങ്കിൽ. അങ്ങനെയാണ്. അതുമാത്രമല്ല, ഭയങ്കര പൈസയാണ്. അപ്പോൾ നമ്മൾ ബട്ടറിൽ ഞാൻ കാഷ്യൂനട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉണക്കമുന്തിരിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് വറുത്ത് കോരുന്നുണ്ടേ. എന്നിട്ട് ഈ ഒരു പാനിലാണ് നമ്മൾ ആ മിക്സ് ഒഴിക്കാൻ പോണത് കേട്ടോ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പഴമില്ലേ, ആ പഴവും കൂടെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇത് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിപ്പ ഇച്ചിരി ഉപ്പ്, അതും കൂടെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. ഇത്രയും കട്ടിയിൽ പഴം ഇടണം കേട്ടോ, അല്ലെങ്കിൽ അത് അലിഞ്ഞു പോകും അതിൽ. പിന്നെ നമ്മൾ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി പഴുത്തു പോയ പഴം ഒരിക്കലും എടുക്കാതിരിക്കുക. കാരണം അത് അലിഞ്ഞു പോയി കഴിഞ്ഞാൽ നെയ്യിൽ കിടന്നിട്ട് ഒട്ടിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വന്നിട്ട് നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ ഞാനത് മിക്സാക്കുമ്പോൾ നിങ്ങൾക്കതറിയാൻ പറ്റും. ഇപ്പോൾ വറുത്ത് മാറ്റിയ പഴം ശേഷം നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് നേരത്തെ അടിച്ചു വെച്ച മുട്ട, പാല്, പഞ്ചസാരയുടെ മിക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിതിൽ ഏലക്ക ചേർത്തിട്ടില്ല, എനിക്ക് പിന്നെ മുട്ടയുടെ ഇത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കാത്തതാണ്. നിങ്ങൾക്ക് മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ വറുത്ത് കോരിയ പഴം അതിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഒരുപാടിട്ട് ഇളക്കി അങ്ങനെ ആക്കണ്ട, എന്നാലും ഒന്ന് നല്ല എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമ്മൾ ആ പാനിലേക്ക് ഒഴിക്കണം. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. പുതിയതായിട്ട് ഞാൻ വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് അത് ഉപകാരപ്രദമാണ് കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കാണ് എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് പ്രചോദനമാകുന്നത്. സോ നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമ്മളതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ കാഷ്യൂനട്ടൊക്കെ വറുത്ത ആ പാനിൽ തന്നെ ബാലൻസ് നെയ്യുണ്ടല്ലോ,
അപ്പോൾ അതിലേക്ക് നമ്മൾ മിക്സാക്കിയ കൂട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ പരന്ന ഒരു പാനാകുമ്പോൾ ഒത്തിരി ടൈമൊന്നും എടുക്കത്തില്ല. കുഴിഞ്ഞിരിക്കുന്ന പാത്രമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും കേട്ടോ. കാരണം അതിൻ്റെ കട്ടി അനുസരിച്ചിട്ട് വേവുന്ന ടൈമിനും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിത് ഈസിയാണ് നമുക്ക്, അതുപോലെ വളരെ ഹെൽത്തിയാണ്. കുറച്ച് നെയ്യ് കൂടുതലിടുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അത് ഒത്തിരിയും എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് കേട്ടോ. ഓക്കെ, ഞാൻ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാമുള്ളൂ കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലേ വെച്ച് ഇത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ മിക്സ് ഒഴിച്ചിട്ട് അതിന് ശേഷം ഞാൻ അതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച കശുവണ്ടിയും മുന്തിരിയും അതിന് മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പകുതി മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാനത് നമുക്കത് തുറന്ന് നോക്കാം, വെന്തോ അതിൻ്റെ പരുവമൊക്കെ ഒന്ന് നോക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അത് വെന്ത് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പം വെന്തിട്ടില്ല, പകുതി മുക്കാൽ വേവായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ബാക്കിയുള്ള കാശുവണ്ടിയും ഈ മുന്തിരി വറുത്ത് വെച്ച ബാലൻസ് ഉണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി അധികം തന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് കശുവണ്ടിയൊക്കെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും കഴിക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് കൊളസ്ട്രോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. അതുപോലെ തന്നെ കഴിക്കാനും വളരെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും, ആർക്കും ഇഷ്ടമില്ല എന്ന് പറയത്തില്ല. പഴം ഏത്തക്കായ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ ഒരു ട്രിക്കിലൂടെ നമുക്ക് അവരെ കഴിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ അത് തുറന്ന് നോക്കണം. നമ്മളത് തുറന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞി ഈർക്കിലിയോ എന്തെങ്കിലും ഒരു വച്ചിട്ട് അതൊന്ന് കുത്തി നോക്കണം കേട്ടോ, അതെന്തോന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്, എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഞാനൊരു കുഞ്ഞ് ഈർക്കിലിയുടെ ഒരു ഇത് വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ. കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടത്തില്ലല്ലോ, അപ്പോൾ ഒട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ അത് വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ തവി വെച്ചൊക്കെ ഇളക്കി നോക്കി. അങ്ങനെ തവി വെച്ച് ഇളക്കണ്ട, ഇതിപ്പോൾ നെയ്യ് ഉള്ളത് കൊണ്ട് തന്നെ അതിങ്ങനെ മൊത്തം ഇളകി വന്നോളും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിടുക. അപ്പം മറിച്ചിട്ടിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കായ്പോള റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ, വളരെ ടേസ്റ്റിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള സൗണ്ട് കുറച്ച് ചെറുതായിട്ടേ കേൾക്കത്തുള്ളൂ, മ്യൂസിക് ഉണ്ടായിരിക്കും. ഓക്കെ, വളരെ 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 ടേസ്റ്റിയാണ്. ഇത് ഏത് നേരത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ സ്നാക്സായിട്ടോ ഫുഡായിട്ടോ കഴിക്കാം കേട്ടോ. നല്ല രസമാണ്. കൂടുതലും പേരും സ്നാക്സായിട്ടായിരിക്കും ഇത് കഴിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെയും പിന്നെ അത് ഉണ്ടാക്കി നോക്കും. അങ്ങനത്തെ ഇഷ്ടമുള്ളൊരു ടേസ്റ്റാണ്. എനിക്കിത് ഒത്തിരി ഇഷ്ടമുള്ളൊരു പലഹാരമാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഉണ്ടാക്കത്തില്ല, കാരണം ഇതിൽ നെയ്യൊക്കെ ഒത്തിരി നമ്മൾ ചേർക്കുന്ന കാരണം എപ്പോഴും ഒന്നും ഉണ്ടാക്കത്തില്ല. കൊതി തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്രയും നേരം വാച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് യുവർ വാല്യുബിൾ സപ്പോർട്ട്.